ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ലോകത്തിൽ രണ്ട് തരം മനുഷ്യരുണ്ട്. ഒരു കൂട്ടർ ചിന്തയിലൂടെ ദൈവത്തെ അറിയുന്നവരാണ്. അവരെ ജ്ഞാനികൾ എന്ന് വിളിക്കുന്നു. ദൈവശാസ്ത്ര തത്വങ്ങൾ പഠിച്ച് അവയുടെ ഇഴകൾ ഓരോന്നും അഴിച്ചെടുത്ത് പരിശോധിച്ച് അവർ ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ ദൈവത്തോടുള്ള അനുരാഗത്തിന് സ്വയം സമർപ്പിച്ചവരാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഇവരെ പ്രേമികൾ എന്ന് വിളിക്കുന്നു. ഐഹിക ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവം കൂടെയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. മറികടന്നു പോകാൻ കഴിയാത്ത ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഈ രണ്ടു കൂട്ടരും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഒരു ജ്ഞാനിയും പ്രേമികനും കൂടി വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കരടി വഴിയിൽ നിൽക്കുന്നതായി കണ്ടു. ആ മൃഗത്തിൻ്റെ മുൻപിൽ നിന്ന് ഓടി രക്ഷപ്പെടാമെന്ന് പ്രേമികൻ പറഞ്ഞു. എന്നാൽ ജ്ഞാനി അങ്ങനെയല്ല ചിന്തിച്ചത്. എന്തിന് നാം ഓടുന്നു? ദൈവം കൂടെയില്ലേ? അവിടുന്ന് നമ്മെ രക്ഷിക്കും. മാനുഷികമായി ചിന്തിച്ചാൽ ജ്ഞാനി പറഞ്ഞത് ശരിയല്ലേ? എന്നാൽ ക്രൂരജന്തുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനാണ് ദൈവം നമുക്ക് കാലുകൾ തന്നിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ജ്ഞാനി മറന്നുപോയി. കാട്ടിലെ തളിരിലകളും പുൽക്കൊടിയുടെ ഇളം നാമ്പുകളും തിന്നു വളരുന്ന മാനും മുയലുമെല്ലാം ദുർബല ജന്തുക്കളാണെങ്കിലും അവയ്ക്ക് ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനുള്ള ബലം അവയുടെ പിൻകാലുകൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. മനുഷ്യനും നിരവധി അനുഗ്രഹങ്ങൾ ദൈവം ദാനം ചെയ്തിരിക്കുന്നു. അവ ഉപയോഗിക്കാതെ ദൈവം കരുതിക്കൊള്ളും എന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കുന്നത് ദൈവനിഷേധമാണ്. ദൈവസ്നേഹത്തിന് സ്വയം സമർപ്പിച്ച പ്രേമികൾ ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കുകയില്ല. ദൈവം തങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ശരിയായി പഠിക്കാതെ പരീക്ഷ എഴുതുവാനുള്ള പേന പ്രാർത്ഥനാ വരമുള്ളവരുടെ അടുക്കൽ കൊണ്ടുചെന്ന് പ്രാർത്ഥിച്ച ശേഷം പരീക്ഷ എഴുതുവാൻ പോകുന്ന വിദ്യാർത്ഥികൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ വാഹനം ദേവാലയത്തിൽ കൊണ്ടുചെന്ന് പ്രാർത്ഥിച്ചാൽ മദ്യപന്മാരായ ഡ്രൈവർ ഓടിച്ചാലും അപകടമുണ്ടാകില്ല എന്ന് ധരിക്കുന്നവരും ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ഏതു പ്രതിസന്ധിയിലും ദൈവകരം നമുക്കൊപ്പമുണ്ട്. നാം ചെയ്യാനുള്ളത് ചെയ്യുക, ബാക്കിയുള്ളത് ദൈവം നോക്കിക്കൊള്ളും. 1 ശമൂവേൽ 12:24. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്ക മാത്രം ചെയ്യുവിൻ. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഏരാളിലച്ചൻ.